അങ്ങനെ നത്തിങ് ഫാൻസിന് വേണ്ടി അവരുടെ മിഡ് റേഞ്ച് ഫോൺ ഇറക്കുകയാണ് നത്തിങ് എന്ന് പറഞ്ഞ ബ്രാൻഡ്. ഏകദേശം ഒരു 35 അല്ലെങ്കിൽ 30K ആ റേഞ്ചിൽ വരുന്ന ഒരു നത്തിങ്ങിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള സ്മാർട്ട് ഫോണാണ് നത്തിങ് ഫോൺ 2A എന്ന് പറയുന്നത്. സോ ആ ഫോൺ ഏകദേശം ഫെബ്രുവരിയിൽ അങ്ങോട്ട് ലോഞ്ച് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ലീക്കഡായുള്ള സ്പെക്കും ഓൾമോസ്റ്റ് എല്ലാ സ്പെക്കും അതിൻ്റെ ഡിസൈനൊക്കെ ഓൾമോസ്റ്റ് അവർ തന്നെ റിവീൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എങ്ങനെ ഉണ്ടാവും, വേർത്ത്, അതിൻ്റെ പ്രൈസ് ഏകദേശം എത്ര ആവും, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നത്തിങ് ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം. സോ കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, വീഡിയോ സ്റ്റാർട്ട്. ഇത് ആദ്യം തന്നെ നത്തിങ് ഫോണിൻ്റെ പെർഫോമൻസ് പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ MediaTekൻ്റെ Dimensity 7200 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആയിരിക്കും ഈ ഒരു ഫോണിൽ വരിക കേട്ടോ. ആൻഡ്രോയിഡ് 14 ബേസ്ഡ് ആയുള്ള നത്തിങ് OS ആയിരിക്കും ഇതിൽ വരിക. 12GB റാമും 256GB സ്റ്റോറേജും ഈ ഒരു ഫോണിൽ ലഭിക്കുന്നതാണ് കേട്ടോ. പിന്നെ റാമും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ LPDDR5 റാമാണ് വരുന്നത്. അതേപോലെ തന്നെ UFS 3.1 ആണ് സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വലിയൊരു കുഴപ്പമില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഓക്കെ ആക്കാൻ പറ്റുന്ന ഒരു ചിപ്സെറ്റ് തന്നെയാണ് MediaTekൻ്റെ 7200 എന്ന് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചിപ്സെറ്റ് തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. സോ പെർഫോമൻസ് വൈസ് എനിക്ക് അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും തോന്നിയില്ല. നെക്സ്റ്റ് ആയിട്ട് നത്തിങ് ഫോൺ 2 ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്. 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് OLED ഡിസ്പ്ലേ ആണ് ഇവിടെ നത്തിങ് നൽകിയുള്ളത്. ഒരു 10 ബിറ്റ് ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റാണ് ഈ ഒരു ഡിസ്പ്ലേക്ക് നൽകിയുള്ളത്. മാത്രമല്ല ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും ഇവിടെ നത്തിങ് നൽകിയിട്ടുണ്ട്. സോ ഡിസ്പ്ലേ വൈസും എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ്. ഓക്കെ, ആ ഒരു പ്രൈസ് റേഞ്ചിൽ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു OLED ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം നല്ലൊരു സൈസ് വരുന്നുണ്ട്. കുഴപ്പമില്ലാത്ത റീഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. സോ ഓക്കെ ആയിട്ടുള്ള റീഫ്രഷ് റേറ്റ് ആണ്. എന്തായാലും ഇനി ഫോൺ ഇറങ്ങട്ടെ. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ ഫോൺ ഇറങ്ങിയ ശേഷം ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ആയിട്ട് എല്ലാവർക്കും ഒരു താല്പര്യമുള്ള കാര്യം ക്യാമറ എങ്ങനെ ഉണ്ടെന്നല്ലേ, നല്ല കിഡിലും ഫോട്ടോസ് എടുക്കാൻ പറ്റുമോ, വീഡിയോസ് എടുക്കാൻ പറ്റുമോ. ക്യാമറ നോക്കുകയാണെങ്കിൽ ഇതൊരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ് വന്നുള്ളത്. 50 മെഗാപിക്സലിൻ്റെ ഒരു പ്രൈമറി ലെൻസ്, 50 മെഗാപിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിൾ ലെൻസും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു അത്ര വലിയൊരു മോശമില്ലാത്തൊരു ക്യാമറ. 4K സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഫ്രണ്ട് ക്യാമറയിൽ 4K കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും റിയർ ക്യാമറ 4K കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് അത്യാവശ്യം ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനുള്ള ക്യാമറയാണ്. പിന്നെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ ചില ആൾക്കാർ പറയുന്നത് 32 ആണ്, ചിലയിടത്ത് കാണുന്നത് 16 ആണെന്നാണ്. എന്തായാലും 32 ആയാലും കുറച്ചുകൂടി ബെറ്റർ 32 ആണ്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് തോന്നുന്നു 16 ആവാനാണ് ചാൻസ്. എന്തായാലും വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രണ്ടിൽ സെൽഫി വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റും. സോ വലിയൊരു ഇഷ്യൂ ഇല്ലാത്തൊരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. 5000 mAh ബാറ്ററി ആയിരിക്കും ഈ ഒരു ഫോണിൽ വരിക കേട്ടോ. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് അല്ലെങ്കിൽ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആവാനാണ് ചാൻസ്. പക്ഷേ ബാറ്ററി ബാക്കപ്പ് നോക്കുകയാണെങ്കിൽ ഓക്കെ ഉണ്ട്. 5000 mAh ബാറ്ററി പറഞ്ഞാൽ ഇനഫ് ആണ്. മാത്രമല്ല ഈ ഫോണിന് IP54 സ്പ്ലാഷ് റെസിസ്റ്റൻസ് സർട്ടിഫിക്കേഷനും ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, NFC, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ്, അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. സോ ഫൈനലി പ്രൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 30K റേഞ്ചിലായിരിക്കും ഇതിൻ്റെ ഫോണിൻ്റെ പ്രൈസ് വരിക കേട്ടോ. 30K റേഞ്ചിലൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്. നത്തിങ് ഫോൺ ആരാധകർക്ക് ഒരു നത്തിങ് ഇൻ്റർഫേസ് അല്ലെങ്കിൽ നത്തിങ് ആ ഒരു ഗ്ലിഫ് എഫക്റ്റ് ഒക്കെ ഉണ്ടല്ലോ, ആ ബാക്കിലുണ്ടാവേണ്ട ആ ലൈറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ വരും. സോ ആ ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ 30Kക്ക് ഫോൺ 30K അല്ലെങ്കിൽ 35K ഈ ഒരു ഉള്ളിൽ വരികയാണെങ്കിൽ ഫോൺ നല്ല രീതിക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നത്തിങ് ആരാധകനാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ എന്ത് ചെയ്യും, അത്യാവശ്യം വാല്യൂ ഫോർ മണി ഉള്ള ഒരു ഫോൺ തന്നെ ആയിരിക്കും. എന്തായാലും ഫോൺ ലോഞ്ച് ചെയ്താലേ കറക്റ്റ് എന്തേ ഉള്ളൂ, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. ഫെബ്രുവരിയിലാണ് ഈ ഫോണിൻ്റെ ലോഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. സോ അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ ആയുള്ള ഒരു വീഡിയോ ചെയ്യാം. എന്തായാലും വീഡിയോ ഉപകാരപ്പെട്ട അതുപോലത്തെ ടെക് വീഡിയോസ് കാണാൻ താല്പര്യമുണ്ട്, ഇപ്പോൾ തന്നെ നമ്മളെ ഫോളോ ചെയ്ത് നമ്മൾ കൂടെ കൂടിക്കോളി. സോ ഗുഡ് ബൈ.